CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. ഇഡി നേരത്തെ നോട്ടീസ് നൽകിയെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കുള്ളതിനാൽ അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞതോടെ ഇനി എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം എന്ന നിലപാടിലാണ് എം വർഗീസ്. കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടുകൾ രഹസ്യ അക്കൗണ്ടാണെന്ന ഇഡി ആക്ഷേപം കേവലം സാങ്കേതികം മാത്രമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സഹകരണ ബാങ്കുകളിൽ പ്രാദേശിക പാർട്ടി ഘടകങ്ങൾ മന്ദിര നിർമ്മാണത്തിനോ സുവനീർ പ്രകാശനത്തിനോ പോലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കായി തുടങ്ങുന്ന അക്കൗണ്ടുകൾ സാധാരണമാണെന്ന് പറയുന്നു. അത് നിയമസാധുതയില്ലെങ്കിൽ അത് അവസാനിപ്പിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. ഇതിന് കള്ളപ്പണവുമായോ ആദായ നികുതി വെട്ടിപ്പുമായോ എന്ത് ബന്ധം എന്ന ചോദ്യം ഉയരുന്നു. രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് സഹകരണ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്നതിൽ സഹകാരികളിൽ പ്രതിഷേധം ഉയരുകയാണ്. സംസ്ഥാന സർക്കാരാവട്ടെ കരുവന്നൂരിന്റെ പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ബാങ്ക് സാധാരണ നിലയിലാവുകയും ചെയ്തു. എന്നാൽ കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പെന്ന പേരിലുള്ള പ്രചരണം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് കൗതുകകരം.